മാധവേട്ട, എന്താ ഇത്? എന്താ അമ്മേ, എന്തു പറ്റി? അല്ല, എന്താ കത്തില്? ഇത് വെറും കത്തല്ല മോളെ, വക്കീൽ നോട്ടീസാ. വക്കീൽ നോട്ടീസോ? മാധവൻ നായർ ഇപ്പോ വാങ്ങിയ വർക്ക്ഷോപ്പ് നിൽക്കുന്ന ഭൂമി മക്കൾക്ക് വീതം വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുള്ള നോട്ടീസ്. അച്ഛനെ അമ്മയെ എത്ര ദ്രോഹിച്ചിട്ടും അത്യാഗ്രഹികളായ ആൺമക്കൾക്ക് മതിയാകുന്നില്ല. ചന്ദ്രു, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ആ പ്രകാശനും മനോജും എന്റെ മക്കൾ തന്നെയാണോടി? അച്ഛനും അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഞങ്ങളെ കൊണ്ട് സഹിക്കാവുന്നതിലപ്പുറം. എന്റെ മാധവേട്ടനെ സങ്കടപ്പെടുത്തുന്ന മക്കളൊന്നും ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. ചന്ദ്രു, നീ വിഷമിക്കണ്ട. നമസ്കാരം സാർ. വരണം. എന്താ പരാതി? ഇരിക്കൂ, ഇരുന്നു. ഒരു പ്രകോപനവും ഇല്ലാതെ കുറച്ചുപേര് വന്ന് വർക്ക്ഷോപ്പ് അടിച്ചു തീർക്കുകയായിരുന്നോ? അതെ സാർ. മാധവൻ നായർ നിങ്ങളല്ലേ? അതെ. നിങ്ങളുടെ പേരെന്താ? അവന് സംസാരശേഷിയില്ല. ഓ, പേര് വിനുവെന്ന. സംസാരിക്കാത്ത ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ വിനുവിനെ ഞാൻ എടുത്തു വളർത്തിയതാ. അതായിരുന്നല്ലേ? അപ്പോ സ്വന്തം മക്കളായ പ്രകാശനും മനോജുമാണ് പ്രതികൾ. എന്നെ അടിച്ചാലും ഞാൻ സഹിക്കും. ഈ പാവം മിണ്ടാപ്രാണിയെ തല്ലിച്ചതച്ചപ്പോ എന്റെ ഹൃദയം പൊടിഞ്ഞുപോയി സാറേ. വിനുവിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഞാൻ ഇതോടൊപ്പം വെച്ചിട്ടുണ്ട് സാറേ. നോക്കട്ടെ. മാധവൻ നായർ വയ്ക്കോ. ഈ പാവപ്പെട്ടവനെ തല്ലിയവൻ ആരായാലും അവനെ ഞാൻ വെറുതെ വിടില്ല. അവന് കുറച്ച് നിയമം പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. ഫിസിക്കലി ചലഞ്ച് ആയിട്ടുള്ള ഒരാളിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷാ നിയമങ്ങൾ അവനൊന്ന് അറിയണം. എന്തായാലും മാധവൻ നായർ വയ്ക്കോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. മാധവനും ചന്ദ്രികയും തൊട്ടാൽ പൊള്ളുന്നവരാണെന്ന ഭയം മീനാക്ഷിക്കും ഉണ്ടായിരിക്കുമല്ലേ? ഇല്ല അച്ഛാ, കൊക്കയെ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയ എനിക്ക് ഒരു ജീവിതം തന്നത് വിനുവേട്ടനാ. ആ വിനുവേട്ടന് ജീവിതം കൊടുത്തവരാ അച്ഛനും അമ്മയും. അവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഒക്കെ കടമപ്പെട്ടവനാ വിനുവേട്ടൻ. എനിക്കൊരു ഭയവുമില്ല. ആരെയും ഭയന്നും ഒളിച്ചോടാനും തീരുമാനിച്ചിട്ടില്ല. അത്യാഗ്രഹികളായ മക്കളെ സഹിക്കാം, അച്ഛനമ്മമാരെ ഉപദ്രവിക്കുന്ന മക്കളെ ഒരളവ് വരെ സഹിക്കാം. പക്ഷെ തെരുവ് കുണ്ടുകളെ വിട്ട് വിളയാട്ടം നടത്തുന്ന മക്കളെ ഉൾക്കൊള്ളാനാവുന്നില്ല. മറിഞ്ഞു നിന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന വില്ലന്മാരെ സിനിമയിലെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ സ്വന്തം മക്കളെ തന്നെ ആ വേഷത്തിൽ കണ്ടു. എന്നാലും മക്കൾക്കെതിരെ മാധവേട്ട പോലീസിൽ പരാതി കൊടുക്കണമായിരുന്നു. അത് വേണ്ടിയിരുന്നില്ല മാധവേട്ട. കുരുക്ഷേത്ര യുദ്ധത്തിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലും വന്നു കഴിഞ്ഞു. ദുര്യോധനനും ദുശാസനനും കള്ളക്കരുക്കൾ നീക്കി എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന ശകുനിയും എന്തും ക്ഷമിച്ചും സഹിച്ചും കള്ളച്ചൂതിൽ തോറ്റുകൊടുക്കുന്ന ആ ധർമ്മപുത്രർ ഇനി ഉണ്ടാവില്ല. ഇനി ഞാൻ ആരോടും ക്ഷമിക്കില്ല, തിരിച്ചടിച്ചിരിക്കും.
മതം പൊട്ടിയ മക്കളെ നിയമത്തിന്റെ വലയിൽ കുടുക്കി ഒതുക്കിയിരിക്കും. മക്കളുടെ ഉപദ്രവം കാരണം ആരോരും അറിയാതെ വീട്ടിൽ നിന്നിറങ്ങി കാണാമറയത്തേക്ക് ഒളിച്ചു പോയവരാ ഞാനും എന്റെ ഭാര്യയും. ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചിറങ്ങി തിരിച്ചതാണെങ്കിലും ദൈവം അത് തടഞ്ഞു. ഒരു പഴയ സുഹൃത്തിന്റെ സഹായത്തോടെ ഒരു തുണ്ട് ഭൂമിയും ഒരു വർക്ക്ഷോപ്പും ഞാൻ സ്വന്തമായി വാങ്ങി. വർക്ക്ഷോപ്പിൽ നിന്നും ഒരുവിധം ആദായവും കിട്ടിക്കൊണ്ടിരുന്നതാണ്. അവിടെയും ആൺമക്കളെത്തി. ഗുണ്ടകളെ വിട്ട് ആദ്യം ഭീഷണിയായിരുന്നു. ഒടുക്കം വർക്ക്ഷോപ്പൊക്കെ തല്ലി തകർത്ത് ജീവനക്കാരെയും തല്ലി ഓടിച്ചു വിട്ടു. തീരെ ഇഷ്ടമുണ്ടായിട്ടല്ല, സർവ്വഗതിയും മുട്ടിയിട്ടാ സാറേ കോടതിയെ ശരണം പ്രാപിക്കാമെന്ന് തീരുമാനിച്ചത്. ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കളോടായാൽ പോലും പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചാലേ നിലനിൽപ്പുള്ളൂ. മക്കളുടെ ഉപദ്രവത്തിനെതിരെ പരാതി തരുന്ന ആദ്യത്തെ ആളെന്നല്ല മാധവൻ നായർ. പല പരാതികളും ഈ ഓഫീസിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ മാധവൻ നായർ പറഞ്ഞ തരത്തിലുള്ള ആൺമക്കളുടെ നിരന്തരമായ ദ്രോഹങ്ങൾ ആദ്യമേ കേൾക്കുക. നീതി കിട്ടണം എനിക്ക്. മക്കള് നഷ്ടപരിഹാരം തരണം. കോടതി വിധിക്കുന്ന നഷ്ടപരിഹാര തുക വാങ്ങി ഒരു ദിവസമെങ്കിലും മക്കളുടെ ചെലവിൽ ജീവിക്കണം. ആ ഒരാഗ്രഹം വക്കീല് നിറവേറ്റി തരണം. അതിൻ്റെതായ പോയിന്റുകളൊക്കെ ഞാൻ പറയാം. കാര്യങ്ങളെല്ലാം എന്നോട് വ്യക്തമായും കൃത്യമായും പറയുക. നാളെ തന്നെ മക്കൾക്ക് വക്കീൽ നോട്ടീസ് കിട്ടിയിരിക്കും. മതി, എനിക്കത് മതി.